ചില സുഗന്ധങ്ങൾ തരുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്നും മായയില്ല. അതുപോലെ ആട്ടോ ഈ ഫ്ലവർ എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഫ്ലവറാണിത്. ഇത് എനിക്കൊരാൾ തരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം കാലിയാക്കാൻ വേണ്ടി ചെയ്യല്ലേ, കാരണം അവിടെ അത്രയും തോനെ ഈ ഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലവർ കൊണ്ടാന്ന് നട്ട് ഓരോ ഡിസംബർ ആകുമ്പോൾ ഇത് ഒരുപാട് പൂക്കൾ സമ്മാനിക്കും. പൂക്കൾ സമ്മാനിക്കുന്നതിനുപരി ഇത് കണ്ണിന് തരുന്ന ഒരു കുളിർമയുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇതിങ്ങനെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇതിന് കറക്റ്റ് പോണ്ട വഴിയൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ്, നല്ല പീസ്ഫുള്ളായിട്ട് കിട്ടും. നമ്മുടെ മോർണിംഗൊക്കെ ഞങ്ങളുടെ ഫ്രണ്ടിലാണ് വരുന്നത്, അതായത് വീടിന്ന് നമ്മുടെ കൊലായിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്കിത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഉറങ്ങിയെണീച്ച് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ ഒരു ഫ്ലവേഴ്സാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ അടുക്കളത്തോട്ടൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. നല്ല കള്ളിയായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ തക്കാളിയൊക്കെ ഇങ്ങനെ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉപ്പാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ തക്കാളി ആയതൊക്കെ എന്നോട് പറയായിരുന്നു, തക്കാളി ആയിട്ടോ വീഡിയോ എടുക്കുന്നില്ലേ, അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുകയാണ് പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ. നമ്മളിങ്ങനെ കാണും ഇവിടുന്നല്ലാണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങലില്ല. ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു വളവും ഒന്നും ചേർക്കാണ്ട് നമ്മൾ നട്ടുണ്ടാക്കിയതാട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തക്കാളി ഇല്ലേ, അത് നാശമായതും അല്ലാത്ത ചെറിയ തൈകളും എല്ലാം കൊണ്ട് നട്ടിട്ടാണ് സെറ്റാക്കിയെടുത്തത്. ആകെ കരിയില മാത്രമാട്ടോ ഇതിന് വളമായിട്ടുള്ളത്. 1-2 പഴുത്തത് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി ഇപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്തും കുറച്ചും കൂടി പഴുത്തതുണ്ടെന്ന്. പിന്നെ നമ്മുടെ പച്ചമുളക്, മെയിനായിട്ട് നമ്മളിവിടെ പച്ചമുളക്, തക്കാളി, അങ്ങനെ കുറച്ച് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളായിരുന്നു നമ്മൾ ചെയ്തത്. വഴുതന ഒരുപാട് നട്ടിരുന്നു, പക്ഷെ വഴുതന ഉണ്ടായില്ല. അങ്ങനൊന്നും 1-2 കായ് മാത്രമാണ് ഉണ്ടായത്. പച്ചമുളക് നമ്മൾ വിചാരിക്കും പോലെ കേട്ടോ, നല്ല എരുണ്ട്. ഇതും നമ്മൾ തൈ വാങ്ങി നട്ടതാണ്. ചെറിയ തൈകളുണ്ടല്ലോ 10 രൂപക്ക് കിട്ടുന്ന അങ്ങനത്തെ കുറച്ച് തൈകൾ വാങ്ങിയതാണ്. നമ്മൾ എന്ത് നട്ടാലും കോഴികൾ ചിക്കിപ്പെറുക്കി അത് നശിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇത് വേലി കെട്ടി സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ കിട്ടിയത്. നമ്മുടെ തോട്ടത്തിലുണ്ടായിട്ട് നമ്മുടെ തോട്ടത്തിലുണ്ടായിട്ട് ഇങ്ങനെ കാണാനും അത് പറിക്കാനും അത് ആ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ. ഒരു ഇത്തിരി സ്ഥലമാണെങ്കിലും ജസ്റ്റ് തക്കാളിയൊക്കെ ഒന്ന് നട്ട് നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് സ്ഥലമാണെങ്കിലും നമ്മളിങ്ങനെ നട്ടിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാട്ടോ. ഫ്ലാറ്റിലുള്ളവർക്കും ചെയ്യാം. തക്കാളിയൊക്കെ അധിക സ്ഥലം വേണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തക്കാളിൻ്റെ ആ ഒരു ഇലമൽ ഉണ്ടാവുന്ന ഒരു മണല്ലേ, അത് രസമാണ്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് പഴുത്തതായിട്ട് കിട്ടിയേ. അത്ര നന്നായിട്ട് പഴുത്തിട്ടില്ല, എന്നാലും ഇത് പറിച്ച് വെച്ചാൽ പഴുത്ത് വരല്ലോ. കുഞ്ഞ സ്ഥലമാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാം. വഴുതന പച്ചക്കറി നമുക്ക് തന്നെ ഉണ്ടാക്കാം. അത് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ എനിക്കിപ്പോൾ പറഞ്ഞു തരുന്ന കേട്ടോ. നമുക്ക് തന്നെ ഉണ്ടാക്കാം, കുറച്ച് സ്ഥലം മതി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് മെയിൻലി നമ്മുടെ തോട്ടം വരുന്നത്. തോട്ടം എന്നൊന്നും പറയാനില്ല, നമ്മുടെ കൃഷീൻ്റെ സ്ഥലം വരുന്നത്. നമ്മളിങ്ങനെ ചുറ്റും ഒരു മുള വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇവിടെ കോഴികൾ സമ്മതിക്കില്ല. ഇവിടെ കോഴി ഉള്ളതുകൊണ്ട് അതിഥ്യങ്ങൾ വന്ന് ഇതൊക്കെ തിന്നും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അതിൽ നിന്നും പറിക്കുന്നത് നമ്മൾ അത് നമ്മുടേതായ ആവശ്യത്തിന് എടുക്കുന്നത്. അവിടെ ഒരു ബ്ലാക്ക് പാത്രത്തിൽ കണ്ടില്ലേ, അതിലായിരുന്നു ചെടി ഉണ്ടായത്. അങ്ങനെ നമ്മൾ മേടിച്ചതാണ്. എന്താവുന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നട്ട് നോക്കിയതാണ്. പൊതുവേ ഇവിടെ മത്തന്, ഇളവന് അങ്ങനത്തതൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിത്തിട്ടിട്ട് അത് ചെയ്യാറുണ്ട്. ഇത് മത്തനാട്ടോ, മത്തനുണ്ട്, അതുപോലെ തന്നെ ഇളവനുണ്ട്. അത് കണ്ടില്ലേ, മത്തൻ്റെ ഇത് ഉണ്ടായി വരുന്നതാണത്. 1 month കൊണ്ടാട്ടോ നമുക്ക് ഈ മത്തൻ ഇങ്ങനെ ആയിട്ടുള്ളത്. 1 മാസത്തെ പഴക്കമുള്ളതാണ്, പഴക്കല്ല 1 മാസം പ്രായമായതാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. പൂവ് അതിൻ്റെ അടിയിലാട്ടോ ഈ മത്തന്. ഇളവനൊക്കെ കായായിട്ടുണ്ടാവുക. പിന്നെ അതങ്ങനെ വലുതായി വരും. 1 മത്തനും 1 ഇളവനും ആണ് കേട്ടോ. ഇതൊക്കെ ഒരേ സ്ഥലത്താണ്. ഈ ഭാഗത്തേക്ക് അധികം കോഴി വരില്ല, അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് ഉണ്ടാക്കിയത്. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന വെജിറ്റബിൾസിൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്കിവിടെ 3 എണ്ണമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, മത്തൻ്റെ ചെറിയൊരു മത്തന്. ഇവിടെ അധികം മത്തനും ഉണ്ടാക്കുമായിരുന്നു, പിന്നെ മൊത്തം പോയി. ഇതിൻ്റെ ഈ വള്ളിയിൽ നമ്മുടെ ഇതിൻ്റെ ഇല വരുന്നില്ലേ, അത് ഉപ്പേരിയും വെക്കും കേട്ടോ. ഇതാ അടുത്തത് ചെറുത്ത്. അങ്ങനെ 3 എണ്ണമാണ് ഇപ്പം നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താണെങ്കിലുണ്ടല്ലോ
നമുക്ക് ഭയങ്കര ഫ്രീ ആയിരിക്കും, ഭയങ്കര മെൻ്റലി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുന്ന അതിന് നമുക്ക് ഒരു എന്ന രൂപേണ ഈ കായ്കളൊക്കെ ഉണ്ടാവുന്ന അത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇന്ന് തക്കാളി ഉള്ളിയൊക്കെ പറിച്ചിട്ട് ഇത്രയാണ് കിട്ടിയത്. ഡെയിലി നമ്മൾ എന്തായാലും ഇത്രക്കൊന്നും യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നല്ല വിലയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരാശ്വാസം കൂടിയാണ്. നമ്മുടെ പച്ചക്കറി നമ്മൾ വളമൊന്നും ഇടാണ്ട്, അതായത് മറ്റു വളങ്ങളൊന്നും ചേർക്കാണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഒരു ഹാപ്പിനെസ് തന്നെയല്ലേ ഉള്ളത്. കുറച്ച് സ്ഥലമാണെങ്കിലും ഒന്നെല്ലാവരും ചെയ്ത് നോക്കണം. ഒരു തക്കാളിൻ്റെതും പച്ചമുളകിൻ്റെയും നട്ട് നോക്കണം, ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കുഞ്ഞ് ഹാർവെസ്റ്റിംഗ് വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.